ഇതൊരു ചെറിയ വീഡിയോ ആയിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന വിഷയം കഴിഞ്ഞ 2 വീഡിയോകളായിട്ട് നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം എന്തായിരുന്നു? ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസിൻ്റെ 2 സബ്സ്പേസുകൾ W1 W2 തന്നു കഴിഞ്ഞാൽ ഈ 2 സബ്സ്പേസിനെയും കണ്ടെയ്ൻ ചെയ്യുന്ന ഏറ്റവും ചെറിയ സബ്സ്പേസ് ഉണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ ഒരു സബ്സ്പേസ് ഉണ്ട്. അതിൻ്റെ ഉത്തരം എന്താ വന്നത്? W1 + W2 അല്ലേ? W1 + W2 ഈസ് ദ സ്മോളസ്റ്റ് സബ്സ്പേസ് കണ്ടെയ്നിങ് ബോത്ത് W1 ആൻഡ് W2. ഇത് നമ്മൾ മനസ്സിലാക്കി. ഇതിൻ്റെ ഡയമെൻഷൻ്റെ ഫോമിലൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അത് ഡിസ്കസ് ചെയ്തു. ഇനി ഈ വീഡിയോയിൽ നമ്മൾ ചോദിക്കാൻ പോകുന്ന ചോദ്യം, ഇങ്ങനെ 2 കൂടുതൽ സബ്സ്പേസുകൾ W1 etc. Wn ഓഫ് എ ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് V തന്നു. അങ്ങനെയാണെങ്കിൽ ഈ സബ്സ്പേസുകളെ എല്ലാം കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സ്മോളസ്റ്റ് സബ്സ്പേസ് ഉണ്ടോ? അതാണ് ഈ വീഡിയോയിൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യം. അതിൻ്റെ ഉത്തരവും ഉണ്ട്. എന്നാൽ അത് ഏതായിരിക്കും? നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്കൂ. ഫോർ എക്സാമ്പിൾ 3 സബ്സ്പേസുകൾ തന്നു വിചാരിക്കുക ഈ വിൻ്റെ. ഈ 3 സബ്സ്പേസുകളെയും കണ്ടെയ്ൻ ചെയ്യുന്ന സ്മോളസ്റ്റ് സബ്സ്പേസ് ഏതായിരിക്കും? ഒന്ന് പോസ് ചെയ്ത് ചുമ്മാ ഗസ് ചെയ്ത് നോക്കൂ. നമ്മൾ W1 + W2 ഡിഫൈൻ ചെയ്ത പോലെ തന്നെ നമുക്ക് W1 + W2 + W3 ഡിഫൈൻ ചെയ്തൂടെ അല്ലേ? സം ഓഫ് ദീസ് 3 സബ്സ്പേസ് ഡിഫൈൻ ചെയ്തൂടെ? അതെങ്ങനെ ഡിഫൈൻ ചെയ്യും? അതിങ്ങനെയൊക്കെ വരിക. ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ സ്മോൾ W1 + W2 + W3 അല്ലേ? ഈ W1 എവിടെ നിന്ന് വരും? ഈ സബ്സ്പേസിൽ നിന്ന് വരും. W2 ഈ സബ്സ്പേസിൽ നിന്ന് വരും. W3 ഈ സബ്സ്പേസിൽ നിന്ന് വരും. അതായത് ഈ W1 ന്നും W2 ന്നും W3 ന്നും ഇഷ്ടമുള്ള വെക്ടേഴ്സ് എടുക്കുക. എന്നിട്ട് ആ വെക്ടേഴ്സിനെ ആഡ് ചെയ്യുക. അങ്ങനെ ആഡ് ചെയ്ത് കിട്ടുന്ന വെക്ടേഴ്സിൻ്റെ കളക്ഷനാണ് ഈ W1 + W2 + W3 വരിക. നമ്മൾ W + W2 എങ്ങനെയാണോ ഡിഫൈൻ ചെയ്ത് അതുപോലെ തന്നെ അല്ലേ? ബാക്കി എങ്ങനെ വരും? ഈച്ച് Wi കംസ് ഫ്രം ദ സബ്സ്പേസ് W. ഞാൻ ഷോർട്ടാക്കി അങ്ങ് എഴുതിയാണ് കേട്ടോ. ഓക്കെ. സോ ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഈ 3 സബ്സ്പേസുകളെയും കണ്ടെയ്ൻ ചെയ്യുന്ന സ്മോളസ്റ്റ് സബ്സ്പേസ് ആയിരിക്കും ദിസ് W1 + W2 + W3. ഇത് ഈസി ആയിട്ട് വെരിഫൈ ചെയ്യാം. നമ്മൾ W1 + W2ൻ്റെ കേസിൽ എങ്ങനെയൊക്കെയാണോ ചെയ്ത് അതുപോലെ ഇത് ചെയ്യാം. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? ഈ സം ഒരു സബ്സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ആരുടെ? വിൻ്റെ. അതാ W1 + W2 സബ്സ്പേസ് ആണെന്ന് ചെയ്ത എക്സ്പീരിയൻസ് നമുക്കുണ്ടല്ലോ. ആ എക്സ്പീരിയൻസ് വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് കാണാൻ പറ്റും. മാത്രമല്ല ഈ സബ്സ്പേസിൽ W1 ഉം W2 ഉം W3 ഒക്കെ ഉണ്ടെന്നും പ്രൂവ് ചെയ്യണം. അതും വളരെ ഈസിയാണ്. മാത്രമല്ല അതിൻ്റെ അടുത്ത സ്റ്റെപ്പോ ഈ 3 സബ്സ്പേസുകളെയും കണ്ടെയ്ൻ ചെയ്ത് ഏറ്റവും ചെറിയ സബ്സ്പേസാണ് ഈ W1 + W2 + W3. ഇതൊക്കെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് കൂട്ടും. ഇൻ ജനറൽ ഇങ്ങനെ n സബ്സ്പേസുകൾ, അതായത് W1 etc. Wn n സബ്സ്പേസുകൾ തന്നു കഴിഞ്ഞാൽ ആ സബ്സ്പേസുകളെല്ലാം കണ്ടെയ്ൻ ചെയ്ത സ്മോളസ്റ്റ് സബ്സ്പേസ് അപ്പോൾ എന്തായിരിക്കും വരിക? W1 + etc. + Wn. അതെങ്ങനെയൊക്കെ ഡിഫൈൻ ചെയ്യുക? ഇസ് ഈക്വൽ ടു W1 + etc. + Wn where Wi comes from capital Wi അല്ലേ? അത് സം ഓഫ് n സബ്സ്പേസസ്. ഇതൊക്കെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ദിസ് സം ഈസ് എ സബ്സ്പേസ് ഓഫ് അവർ സ്പേസ് V. മാത്രമല്ല ഈ സമ്മ് ഈ സബ്സ്പേസുകളെ എല്ലാം കണ്ടെയ്ൻ ചെയ്യുന്ന സ്മോളസ്റ്റ് സബ്സ്പേസ് ആണെന്നൊക്കെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനിയിപ്പോൾ എന്താ അതിൻ്റെ ബാക്കിയുള്ള നമ്മൾ മറ്റേ W1 + W2ൻ്റെ കേസ് ചെയ്ത മാതിരി ഇതിൻ്റെ ഡയമെൻഷനെ കുറിച്ചും ചിന്തിക്കണം അല്ലേ? വാട്ട് ഈസ് ദ ഡയമെൻഷൻ ഓഫ് W1 + etc. Wn? ഞാൻ ഇത് മാച്ചിട്ട് നമുക്ക് അതിനെക്കുറിച്ചൊരു ചർച്ച ആവാം. നമുക്ക് അറിയാം ഈ ഡയമെൻഷൻ ഓഫ് W1 + W2 ഇങ്ങനെയായിരുന്നു അല്ലേ? ഇത് കാർഡിനാലിറ്റിൻ്റെ ആ റിസൾട്ടുമായിട്ട് നല്ല മാച്ചിങ് ഉണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ഡയമെൻഷൻ ഓഫ് ഇതിൻ്റെ ഡയമെൻഷൻ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ ഗസ് ചെയ്യാൻ മതി. ഞാൻ ഇങ്ങനെ ഗസ് ചെയ്ത റിസൾട്ട് ഇവിടെ എഴുതട്ടെ. ഇതായിരിക്കും പലരും ഈ ഡയമെൻഷൻ ഓഫ് W1 + W2 + W3ൻ്റെ ഫോമുലായിട്ട് ഗസ് ചെയ്തിട്ട് എഴുതിയിട്ടാവാം. കാരണം നമ്മൾ സ്വാഭാവികമായിട്ടും ഗസ് ചെയ്യും. കാരണം ഡയമെൻഷൻ ഓഫ് W1 + W2ൻ്റെ ഈ ഫോമുല നമ്മുടെ സ്കൂളിൽ പഠിച്ച കാർഡിനാലിറ്റിൻ്റെ ഫോമുലായിട്ട് മാച്ചിങ് ഉണ്ട്. അപ്പം ഈ W1 + W2 + W3ൻ്റെ ഡയമെൻഷനും ആ കാർഡിനാലിറ്റിൻ്റെ ഫോമുലായിട്ട് മാച്ച് ചെയ്തിട്ട് ഇങ്ങനെ നമുക്ക് ഗസ് ചെയ്യാവുന്നതാണ്, സ്വാഭാവികമാണ്. പക്ഷേ അത് തെറ്റാണ്. ഞാൻ ഇവിടെ സ്ഥലമല്ല, ഇത് മാച്ചിട്ട് ഞാൻ ഇത് തെറ്റാന്നുള്ളതിനൊരു കൗണ്ടർ എക്സാമ്പിൾ തരാം. ഓക്കെ, ഇത് മാക്കട്ടെ. ഇവിടെ ഞാൻ R2ൻ്റെ 3 സബ്സ്പേസുകൾ എഴുതിയിട്ടുണ്ട്. W1 x ആക്സിസ്, W2 y ആക്സിസ്, W3 എന്ന് പറയുമ്പം y = x എന്ന് പറഞ്ഞാൽ ലൈൻ. എന്നിട്ട് ഇത് ചെക്ക് ചെയ്യാൻ ആവശ്യമുള്ള W1 + W2 + W3യും മറ്റ് ഇൻ്റർസെക്ഷൻസൊക്കെ ഇത് ചെക്ക് ചെയ്യാൻ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, എന്തോ തെറ്റിപ്പോയി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഇതിൻ്റെയൊക്കെ ഡയമെൻഷൻസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. W1 + W2 + W3ൻ്റെ ഡയമെൻഷൻ എത്ര വരിക? R2 അല്ലേ? അപ്പോൾ അത് 2 ഡയമെൻഷനിലാണ് 2. ഇനി ഈ W1 W2 W3 ഒക്കെ ലൈൻസാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഡയമെൻഷൻസൊക്കെ 1 ആണ്. പിന്നെ ഈ ഇൻ്റർസെക്ഷൻസൊക്കെ ഒറിജിനാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡയമെൻഷൻ എന്ത് വരും? 0 വരും.
ഒക്കെ 0 ഡയമെൻഷനിലാണ്. അപ്പോൾ നോക്കൂ, ഈ ഫോർമുല കറക്റ്റാണോ? ലെഫ്റ്റ് സൈഡിൽ 2 വരും, റൈറ്റ് സൈഡിൽ എന്ത് വരും? 3 വരും. അപ്പോൾ ഈ ഒരു സിമ്പിൾ എക്സാമ്പിളിൽ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ വിചാരിക്കും പോലെ ഈ ഫോർമുല വർക്കാവില്ല. അപ്പോൾ ഇനി പക്ഷേ ഈ ഡയമെൻഷൻ ഒരു അപ്പർ ബൗണ്ട് പറയാൻ പറ്റും. അതായത് നമുക്ക് ഇങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും. നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ട് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് ഡയമെൻഷൻ ഓഫ് W1 പ്ലസ് W2 പ്ലസ് W3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് W1 പ്ലസ് ഡയമെൻഷൻ ഓഫ് W2 പ്ലസ് ഡയമെൻഷൻ ഓഫ് W. ഇത് ഈസിയാണ്, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഞാൻ ഇവിടെ പറയാം. ഈ ഒരു ഇനീക്വാലിറ്റി പ്രൂവ് ചെയ്യാൻ പറ്റും. പോസ്റ്റ് ചെയ്തിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഞാൻ മാച്ച് ചെയ്തിട്ട് ഇവിടെ പറയാം. ഇതാ ഈ റിസൾട്ടിൻ്റെ പ്രൂഫ് മുഴുവൻ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. പോസ്റ്റ് ചെയ്തിട്ടൊന്ന് വായിച്ച് നോക്കോളൂ കേട്ടോ. ഞാൻ ഇവിടെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം ഈ 3 സബ്സ്പേസുകൾക്ക്, അതായത് W1, W2, W3 ഈ 3 സബ്സ്പേസുകൾക്കും ബേസിസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതായത് ഡയമെൻഷൻ ഓഫ് W1 L വിചാരിക്കുക. അപ്പോൾ W1-ന് L എലമെൻസിലൊരു ബേസിസ് ഉണ്ടാവുമല്ലോ, അതിനെ B1 വിളിച്ചു. അതേപോലെ W2-ൻ്റെ ഡയമെൻഷൻ M വിചാരിക്കുക. അപ്പോൾ W2-ന് M എലമെൻസിലൊരു ബേസിസ് ഉണ്ടാവും. സിമിലർലി W3-ൻ്റെ ഡയമെൻഷൻ N വിചാരിക്കുക. അപ്പോൾ അതിനും N എലമെൻസിലൊരു ബേസിസ് ഉണ്ടാവും. ക്ലിയർ അല്ലേ? പിന്നെ എന്താ ചെയ്തത് വെച്ചാൽ, നേരെ ഇതാ ഇവിടേക്ക് വരിക. ഈ 3 ബേസിസിലെയും വെക്ടേഴ്സിനൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഞാൻ ഒരു സെറ്റ് ഉണ്ടാക്കി. ഇവിടെ ഇതാ X1 മുതൽ XL വരെയുള്ള എല്ലാവരും ഉണ്ട്. പിന്നെ Y1 മുതൽ YM വരെയുള്ളവരുണ്ട്. പിന്നെ Z1 മുതൽ ZN വരെയുള്ളവരുണ്ട്. അങ്ങനെ ഈ വെക്ടേഴ്സിനെല്ലാം കൂട്ടി വെച്ചിട്ട് ഞാനൊരു സെറ്റ് ഉണ്ടാക്കി. പിന്നെ ഞാൻ എന്താ കാണിച്ചു കഴിഞ്ഞാൽ, ഈ സെറ്റ് നമ്മുടെ സബ്സ്പേസായ W1 പ്ലസ് W2 പ്ലസ് W3 സ്പാൻ ചെയ്യുന്നുണ്ടെന്ന് കാണിച്ചു. അതിനെന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ അകത്തുള്ള ഏതൊരു വെക്ടർ V എടുത്തു കഴിഞ്ഞാലും അതിനെ ഇതിലെ വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് എഴുതാൻ പറ്റുന്നു കാണിക്കണ്ടേ? ഇതാ ഇവിടെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കെന്ത് മനസ്സിലായി? ഈ സെറ്റ് ഈ W1 പ്ലസ് W2 പ്ലസ് W3 സ്പാൻ ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്കറിയാം, ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസിൻ്റെ ഡയമെൻഷൻ ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദ കാർഡിനാലിറ്റി ഓഫ് ഇറ്റ്സ് സ്പാനിങ് സെറ്റ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ നോക്കുമ്പം ഈ W1 പ്ലസ് W2 പ്ലസ് W3 ഒരു സ്പാനിങ് സെറ്റാണിത് അല്ലേ? അപ്പം ഡയമെൻഷൻ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കാർഡിനാലിറ്റി ഓഫ് ദ സ്പാനിങ് സെറ്റ് എന്നുള്ള ഐഡിയ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ റിസൾട്ട് പറയാം. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക. ഡൗട്ടുകൾ എന്തുണ്ടെങ്കിലും ചോദിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു റിസൾട്ട് പ്രൂവ് ചെയ്തു. ഇതിങ്ങനെ 3 സബ്സ്പേസിന് മാത്രമല്ല, നമുക്കിതിൻ്റെ ജനറലൈസ്ഡ് വെർഷൻ ഞാൻ മാച്ചിട്ട് ഇവിടെ തരാം. ഇതാണ് ഇതിൻ്റെ ജനറലൈസ്ഡ് വെർഷൻ. അതായത് 3 സബ്സ്പേസുകളുടെ സമ്മിന് മാത്രമല്ല, n സബ്സ്പേസുകളുടെ സം എടുക്കുമ്പോഴും ഈ ഒരു ഇനീക്വാലിറ്റി ട്രൂ ആണെന്ന് ഇതേപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഇവിടെ നമ്മൾ ചോദിക്കുന്നൊരു ചോദ്യം, ഇവിടെ ഇപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നല്ലേ, ഇതെപ്പോഴാണ് ഈക്വൽ ടു ആവുക അല്ലേ? ഡയമെൻഷൻ ഓഫ് W1 പ്ലസ് എക്സെട്ര പ്ലസ് W1 ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് W1 പ്ലസ് എക്സെട്ര പ്ലസ് ഡയമെൻഷൻ ഓഫ് W1 വരിക. അതായത് ഇവിടെ ഈക്വൽ ടു എപ്പോഴാണ് വരിക? ആ ഒരു കാര്യം നമ്മൾ അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യും. എപ്പോഴാണ് ഇവിടെ അതൊരു ഇൻട്രസ്റ്റിംഗ് കേസാണ്. അതുമായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വരാം. ഓക്കെ, ഇപ്പോൾ ഇത്രയും മതി.